എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോമ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളുടെ ഒരു വസന്ത കാലമാണ്. കാരണം നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കുന്ന ഒരു നാളുകളാണ് നോമ്പ് കാലം നമുക്ക് നൽകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അഴുക്ക് പിടിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അത് വീണ്ടും നമ്മൾ കഴുകി ശുദ്ധി വരുത്തിയ ശേഷമാണ് ധരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തി അവിടെ ഉണ്ടായിട്ടുള്ള അഴുക്കുകൾ, പാപങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ശീലങ്ങൾ, നമ്മുടെ പാപ ചായ്ച്ചിലുകൾ, ആസക്തികൾ, ദുശീലങ്ങൾ, ഇവയിൽ നിന്ന് നമ്മൾ മോചനം നേടി ശുദ്ധി വരുത്തി നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, മനുഷ്യരുടെ സ്നേഹത്തിലേക്ക് ചേർത്തി നിർത്തിക്കൊണ്ട് ഒരു തിരിച്ച് വരവ് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ആചരണം അർത്ഥവത്തായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും അടിസ്ഥാനപരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ തന്നെ തെറ്റായ അടിമത്വത്തിൽ നിന്ന്, തിന്മയുടെ ആസക്തികളിൽ നിന്ന് അകന്ന് നന്മയായ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള വലിയൊരു സുവർണ അവസരമാണ് ഈ തപസ്സുകാലം, നോമ്പുകാലം നമുക്ക് നൽകുന്നത്. 85 സങ്കീർത്തനത്തിൽ 8 വാക്യം ഇങ്ങനെ പറയും: നിങ്ങൾ ഹൃദയ വിശുദ്ധിയോടുകൂടി എന്നിലേക്ക് തിരിയുമ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതെ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധി വരുത്തി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമ്മളെ ക്ഷണിക്കുന്ന ഈ കാലമാണ് നോമ്പ് കാലം. പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, ദൈവവചന പാരായണത്തിലൂടെ, ബലിയർപ്പണത്തിലൂടെ, കുരിശിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തപസ് കാലം വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലമാക്കി മാറ്റിക്കൊണ്ട് വരുന്ന ഉത്ഥാനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുന്നത്, പാപം യഥാർത്ഥത്തിൽ നമ്മളെ അന്ധരാക്കുന്നു, അടിമകളാക്കുന്നു. ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. അതെ പ്രിയമുള്ളവരെ, പിശാച് നമ്മളെ പല രീതിയിലും അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്നേഹം, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം എന്ന് മനസ്സിലാക്കുവാനുള്ള ഉൾവെളിച്ചം നമുക്ക് ഈ തപസ്സുകാലം പകർന്നു നൽകട്ടെ. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരാൻ ഈ തപസ് കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ ആ മഹോത്സവം സന്തോഷത്തോടെ ആചരിക്കുവാൻ നമുക്ക് സഹായം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തപസ് കാലത്തിൻ്റെ എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു.